ഹലോ ഗൈസ്. അപ്പോൾ അപ്പോൾ നമ്മൾ യൂറോപ്പിൽ വന്നിട്ട് നമുക്ക് TRCയുടെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നേക്കാണ്. അപ്പോൾ തമിഴിലേക്ക് വെറൈറ്റി ചെയ്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വേറൊരു രീതിയിലാണ്. അപ്പോൾ TRCയുടെ പരിപാടികളായിട്ട് ഇറങ്ങിയ സമയം 7:10 കണ്ടായിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഈ സമയമൊക്കെ ഞാൻ പുറത്തിറങ്ങണം. 8 മണിക്കാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കണേ. അപ്പോൾ നമുക്കുള്ളൊരു കുറച്ച് നേരത്തെ വന്നെന്ന് പറഞ്ഞു, പക്ഷേ അതിന് കുറച്ചധികം നേരത്തെ പോയി, ആരും വന്നിട്ടില്ല. അപ്പോൾ TRCയുടെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുണ്ടോ, ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണിത്, ഗലേറിയ. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷൻ ഏകദേശം എവിടേക്ക് വന്നു, നമുക്കൊന്ന് പോയി കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ. ഇന്നലെ TRCയുടെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. TRC ഇന്നലെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പോയിൻമെൻ്റ് എല്ലാം കഴിഞ്ഞു. അവിടെ കുറച്ച് പേപ്പർ വർക്കും അതുപോലെ ബയോമെട്രിക്സ് എടുത്തു കഴിഞ്ഞു. നമ്മൾ ഞാൻ നേരെ കൂട്ടുകാരന്മാരുടെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ വ്ലോഗ് ചെയ്യാനായിട്ടും ഇരുട്ടി തുടങ്ങി. അത് പിന്നെ ഇന്നലെ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ സാധനം മേടിക്കാനായിട്ട് പുറത്തേക്ക് പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ ബാക്കി കാര്യങ്ങൾ ഇത് പറയാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയാവുന്നതാണ് TRC അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഏകദേശം നമ്മൾ TRC എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിസ അടിച്ച് കഴിയുമ്പോൾ ഏകദേശം 3 മാസത്തെ വിസയാണ് നമുക്ക് ഏകദേശം അടിച്ചു വരുന്നത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ കോഴ്സ് തീരുന്നത്, നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിലാണല്ലോ കയറി വന്നേനെ. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് 3 വർഷത്തേക്ക് കോഴ്സ് തീരുന്നവരെ TRC എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TRC എടുക്കുന്നത്. അത് കഴിഞ്ഞാലാണ് നമുക്കിവിടെ വർക്ക് ചെയ്യാനും അതുപോലെ പാർട്ട് ടൈം ചെയ്യാനായിട്ടുള്ള പെർമിറ്റ് കിട്ടുള്ളൂ. ഏതൊരു ഷോപ്പിൽ പോയാലും ആദ്യം ചോദിക്കേണ്ടത് TRC ഉണ്ടോന്നാണ്. TRC ഉണ്ടോന്നായിരിക്കും. ഒന്നുമില്ലെങ്കിൽ ലാംഗ്വേജ് അറിയണമെന്ന് പറയും, സ്ലോവാക്ക് ലാംഗ്വേജ് അറിയണമെന്ന് പറയും. സ്ലോവാക്ക് ലാംഗ്വേജ് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് TRC ആണ്. അപ്പോൾ അത് ഏകദേശം 45 ദിവസം സമയം പിടിക്കുമെന്നാണ് പറഞ്ഞത് അവരെങ്ങനെ. അപ്പോൾ ഇനി അത് വന്നാൽ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ പാർട്ട് ടൈം നോക്കണം. അല്ലാതെ നമുക്കിവിടെ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞപ്പോൾ ഒരു ബാസ്ക്കറ്റ് മൊത്തം സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ഇഡ്ഡലിയിൽ നിന്ന് ഇറങ്ങാൻ പോവാം. അപ്പോൾ ഫോൺ വഴിക്കാണ്. നമ്മളപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ലഞ്ചായി. ഇപ്പം സമയം 2:30 സംതിങ് ആയി. ഒരു ഇത് മേടിച്ചു, റോൾ വോൾട്ടിട്ടാണ് ഇവിടുത്തെ എൻ്റെ ഇടയ്ക്കത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഇടാണ് ഇടയ്ക്ക്. അപ്പോൾ ഇന്ന് വൈകുന്നേരം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ലൈറ്റ് കാണിക്കാൻ കൊണ്ടുവന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. ഞാൻ മിനിഞ്ഞാന്ന് രാത്രി പോയി. കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതുകൂടെ കാണുക. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പുറകെ വരുന്നുണ്ട്. ഈ ക്രിസ്മസ് മാർക്കറ്റിൽ പോയി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ക്രിസ്മസ് മാർക്കറ്റ് ഞാൻ 10 മണി 11 മണിയൊക്കെ അവിടെ പോയത്. ഇതിനെല്ലാം അടച്ചു പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ദിവസം രാവിലെ എല്ലാം പോയി നമുക്ക് ക്രിസ്മസ് മാർക്കറ്റൊക്കെ കണ്ടിട്ട് അതും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ ബൈ.